നമസ്കാരം. ഈ കഴിഞ്ഞ 10-ാം തീയതി നമ്മുടെ ഗാനഗന്ധർവന് 86 വയസ്സ് തികഞ്ഞു. 86. 1940 ജനുവരി 10-ാം തീയതിയായിരുന്നു അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ പിറന്നത്. ഏതാണ്ട് 10 വർഷമായി അദ്ദേഹം അമേരിക്കയിൽ മൂന്നാമത്തെ മകൻ വിശാലിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹവും ഭാര്യയും 10-11 പാട്ടുകൾ ഒരു ദിവസം റെക്കോർഡിംഗ് നടത്തുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന് ചില ചിട്ടകളുണ്ടായിരുന്നു. ജനിച്ചു വീണ വീടിൻ്റെ മുറ്റത്തെ മാവിന് ജനുവരി 10-ാം തീയതി എത്തി ദാഹനീർ കൊടുക്കുമായിരുന്നു. കുറച്ച് വെള്ളം ആ മാവിന് ഒഴിച്ചു കൊടുക്കും. എൻ്റെ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീട് വിറ്റതാണ്, മാവേ ഇതാ വെള്ളം എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം അതിന് ജന്മനാളിന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. മണ്ഡലകാലത്ത് ശബരിമലയിൽ പോയി അദ്ദേഹം പാടുമായിരുന്നു. ആ ഹരിവരാസനം മൈക്കൊന്നും ഇല്ലാതെ നിന്ന് പാടുന്ന കേൾക്കണം. ഭക്തികളിൽ ആറാടി അദ്ദേഹം നിൽക്കുന്നത്, സകലതും മറന്നു നിന്ന് പാടുമായിരുന്നു. ജന്മനാളിൻ്റെ തലേന്ന് മൂകാംബിയിലെത്തി ജന്മദിനത്തിന് അന്ന് മൂകാംബിയ ദേവിയുടെ മുന്നിൽ പാടുമായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി ലോകത്തെവിടെ ആയിരുന്നാലും ശരി അദ്ദേഹം തലസ്ഥാനത്തെത്തുകയും സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിലെ ശാസ്ത്രീയ സംഗീത കച്ചേരി അവതരിപ്പിക്കുമായിരുന്നു. വർഷങ്ങളോളമായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. ഇതൊന്നും മുടക്കാത്ത ഗന്ധർവനായിരുന്നു അദ്ദേഹം. യേശുദാസിന് അല്ലെങ്കിൽ യേശുദാസിൻ്റെ സംഗീത കച്ചേരി കാണാൻ അതിനുവേണ്ടി മാത്രമായി സൂര്യയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നവരെ വരെ എനിക്കറിയാമായിരുന്നു. ഞാൻ സിനിമയൊന്നും കാണാൻ പോകില്ല, ദിനേശ് പാസ് വേണമെങ്കിൽ തരാം, ഞാൻ ആ യേശുദാസിൻ്റെ സംഗീത കച്ചേരിക്ക് മാത്രമേ പോകുമെന്ന് എന്നോട് പറഞ്ഞ ആളുകളെ എനിക്കറിയാം. അതിൽ ഒട്ടും അതിശയോക്തിയില്ല. എല്ലാം കൊറോണയോടെ തകിടം പറഞ്ഞു. അദ്ദേഹം അമേരിക്കയിൽ തളയ്ക്കപ്പെട്ടു. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ തലസ്ഥാനത്ത് എത്തും, സൂര്യയിൽ 1-ാം തീയതി പാടും എന്നൊക്കെ വാർത്ത വന്നു. പക്ഷേ പാടിയില്ല എന്നല്ല, അദ്ദേഹം വന്നില്ല. AR റഹ്മാനും MG ശ്രീകുമാറും ഒക്കെ അമേരിക്കയിലെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. മനസമാധാനത്തോടെ ഇനിയുള്ള കാലം കഴിയണം എന്ന് കരുതിയിട്ടാണോ അദ്ദേഹം അമേരിക്കയിൽ തങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയുള്ള കാലം കേരളത്തിൽ അദ്ദേഹം സ്വസ്ഥമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എതിരഭിപ്രായമുള്ളവരും ഉണ്ടാവാം. അങ്ങനെ അമേരിക്ക കഴിയട്ടെ, അതിന് നിനക്കെന്താ, അദ്ദേഹം അവിടെ കിടക്കട്ടെ എന്ന് പറയുന്നവരും ഉണ്ടാവാം. പക്ഷേ കേരളത്തിൽ വന്ന് അദ്ദേഹം താമസിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ 86-ാം പിറന്നാൾ ദിവസം മകൻ വിജയ് യേശുദാസ് അച്ഛനെ പോലെ തലേന്ന് മൂകാംബിയിലെത്തി അടികമാരുടെ അനുഗ്രഹം വാങ്ങിച്ച് അപ്പായ്ക്ക് വേണ്ടി ദേവസന്നിധിയിൽ ജന്മനാളിൻ്റെ അന്ന് പാടുന്നത് കണ്ടപ്പോഴാണ് ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അത്രയെങ്കിലും വിജയ് യേശുദാസ് ചെയ്തല്ലോ എന്നെനിക്ക് തോന്നി. അതിന് വിജയ് യേശുദാസിനോട് സന്തോഷം പങ്കിടാം. ഇനി ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൈക്ക് കിട്ടുമ്പോഴേ ചിലർക്ക് ഹാലിളക്കും, ആരെങ്കിലും ഒന്ന് ഞോണ്ടണം എന്ന് തോന്നും. അതവരുടെ ജാതിയിലുള്ള സ്വഭാവമായിരിക്കാം. ആയിക്കോട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റൂ, തിരുത്താൻ പറ്റില്ല. എന്നാൽ അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെപ്പറ്റി കുറച്ച് ബോധമെങ്കിലും വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലും ഇല്ലാത്തവരെ എന്താ പറയുക അല്ലെങ്കിൽ എന്താ വിളിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രീനിവാസനെ അനുസ്മരിക്കുന്ന ഒരു പ്രോഗ്രാം ചലച്ചിത്ര അക്കാദമിയാണോ നിയമസഭാ സ്പീക്കറാണോ സംഘടിപ്പിച്ചത് എന്നെനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന നിയമസഭാ പുസ്തകോത്സവം നടക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റേജിൽ ശ്രീനിവാസനെ അനുസ്മരിക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. നമ്മുടെ പ്രേംകുമാർ, ലംബോ പ്രേമൻ, പ്രിയദർശൻ, മന്ത്രി ഗണേശൻ മുതലായവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നമ്മുടെ സംവിധായകൻ കമൽ എന്ന മഹാൻ ഒരാവശ്യവുമില്ലാതെ TH കോടമ്പുഴ എന്ന പഴയകാല സിനിമാ പത്രപ്രവർത്തകനെ അവഹേളിക്കുന്നത് കണ്ടപ്പോൾ അകലിൽ മുഴുവൻ പാല് നിറഞ്ഞു നിന്നാലും കൊതുകിന് ചോരയാണല്ലോ ഇഷ്ടം എന്ന് പറഞ്ഞ കണക്ക് ആ വരികളാണ് ഞാൻ അപ്പോൾ ഓർത്തത്. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണല്ലോ കവി എഴുതി വെച്ചത്. TH കോടമ്പുഴയെ പോലെ BK ഹംസയെ പോലുള്ള പഴയകാല സിനിമാ പത്രപ്രവർത്തകരുടെ ജീവിതം പരമ കഷ്ടമായിരുന്നു. ഒരു പത്രമുതലാളിയും കോടമ്പക്കത്ത് പോയി ജീവിക്കാനുള്ള ശമ്പളം ഞാൻ തരാം, നീ കോടമ്പക്കത്ത് നിന്ന് കവർ ചെയ്ത് അയക്കുമെന്ന് പറഞ്ഞ് ഒരാളെയും വിട്ടിട്ടില്ല. ഒരാൾക്ക് ശമ്പളം കൊടുത്തിരുന്നു. ആദ്യമായിട്ട് ശമ്പളം വാങ്ങുന്നത് അങ്ങനെ കൃത്യമായി ശമ്പളം പറഞ്ഞു പോയി ചെയ്ത് മധുവയ്പ്പനെയാണ്. ഞാനില്ലേ, ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കാതെ എങ്ങനെ ജീവിക്കും? എന്തെങ്കിലും നക്കുന്നുണയും ചിലപ്പോൾ അയച്ചു കൊടുത്താലായി.
പ്രേം നസീറിനെ പോലെ മനസാക്ഷി പണയം വയ്ക്കാത്തവർ നൽകുന്ന തുകയായിരുന്നു ഇവരുടെ പട്ടിണി മാറ്റിയിരുന്നത്. നല്ല സഹൃദയനായിരുന്നു ടി എച്ച് കോടമ്പുഴ. ചിരിച്ച മുഖത്തോടെ അല്ലാതെ, ഡൈ അടിച്ച് കറുപ്പിച്ച തലമുടിയോടെ അല്ലാതെ, നല്ല വെളുത്ത ശരീരമാണ്. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് മോനെയെന്ന് എല്ലാവരും മോനെയെന്ന് വിളിച്ച് തോളിൽ തട്ടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്. സിനിമാ രംഗത്താണെങ്കിൽ അദ്ദേഹത്തിന് നല്ല പിടിപാടുമുണ്ടായിരുന്നു. ഈ പയ്യനെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകനും കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറയില്ല. അത്രയും ബന്ധങ്ങളുണ്ടായിരുന്നു ടി എച്ച് കോടമ്പുഴയ്ക്ക്. ഒരുപാട് തുടക്കക്കാർക്ക് താമസിക്കാൻ ഒരിടവും കടത്തിന് ഭക്ഷണവും വാങ്ങിക്കൊടുത്ത, അത് സംഘടിപ്പിച്ച് കൊടുക്കുന്ന മനുഷ്യനായിരുന്നു ടി എച്ച് കോടമ്പുഴ. കോടമ്പുഴയുടെ വീട്ടിൽ നിന്ന് സിനിമാക്കാരിൽ ചോറും നല്ല നാടൻ കോഴിക്കോട് സ്റ്റൈലിലുള്ള മീൻകറിയും കൂട്ടി വയറ് നിറയെ കഴിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിലും കോഴിക്കോട് മീൻകറി ഇങ്ങനെ കഴിക്കും. ഞാൻ മീനൊന്നും കഴിക്കുന്ന ആളല്ലല്ലോ. വടക്കേ ഇന്ത്യയിൽ ഏതോ ഒരു ചിട്ടി ഫണ്ടിൽ ജോലി ചെയ്തിരുന്ന സാജൻ, ആ ചിട്ടി ഫണ്ട് പൊളിഞ്ഞപ്പോഴാണല്ലോ ചക്രയുമ സാജേട്ടൻ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അതുപോലെ കലാസംവിധായകനായിരുന്ന അരോമണിയുടെ പടമൊക്കെ ഡയറക്റ്റ് ചെയ്തിരുന്ന ശ്രീനി, ഗാനരചയിതാവായിരുന്ന ഭരണിക്കാവ് ശിവകുമാർ, മനസ്സ് എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്ത ഹമീദ് കാക്കാശ്ശേരി, നാനയുടെ മധുവയ്പ്പന പോയ ശേഷം, മധുവയ്പ്പന കൽക്കട്ടയ്ക്ക് പോയല്ലോ കുറച്ച് കാലം, അങ്ങനെ പോയ ശേഷം നാനയുടെ മദ്രാസ് ലേഖകനായി തുടക്കം കുറിച്ച രഘുനാഥ് നെട്ടൂർ, അങ്ങനെ ഒരുപാട് സിനിമയിൽ ഭാഗ്യം തേടി വന്നവർക്ക് മദ്രാസിലെ പവർ ഹൗസ് റോഡിൽ കൃഷ്ണ ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജ് ഉണ്ടായിരുന്നു. അവിടെ റൂമും എടുത്ത് നൽകി അടുത്തുള്ള ടീ കടയിൽ ചായയും വടയും ആവശ്യമുള്ളത് കടം കൊടുക്കണം, മാസാമാസം തരും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തത് ടി എച്ച് കോടമ്പുഴയായിരുന്നു. അത് എനിക്കെങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, ചക്കറിമ സാജൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിക്കൽ ടി എച്ച് കോടമ്പുഴയെക്കുറിച്ച് അങ്ങനെ എഴുതിയിരുന്നു. ഇതിൻ്റെ എതിർവശത്താണ് ടുലറ്റ് ലോഡ്ജ്. ടുലറ്റ് എന്നാണ് ലോഡ്ജിൻ്റെ പേര്. പടിയൻ എന്ന് പറഞ്ഞ് ത്രാസ സംവിധാനം ചെയ്തൊരു സംവിധായകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ഈ സംവിധായകൻ കമൽ. കമൽ സിനിമ പിടിക്കാൻ വരുമ്പോൾ ടുലറ്റ് ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്ത് കൊടുത്തതും ടി എച്ച് കോടമ്പുഴയാണ്. അപ്പോൾ കമൽ ഒരു കഥ എഴുതി വെച്ചിരുന്നു, കാവൽ മാടം എന്ന് പറഞ്ഞൊരു കഥ എഴുതി വെച്ചിരുന്നു. ഈ കഥയുമായി മദ്രാസിലെ ഏതാണ്ട് എല്ലാ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിൽ കയറി ഇറങ്ങി. ആരും കൈപ്പറ്റിയില്ല. അങ്ങനെ ഒരു കാലം കമലിനുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കമൽ ഓർക്കുന്നോ എന്ന് എനിക്കറിയില്ല. ഓർക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കമലിൻ്റെ കഥ കാവൽ മാടം JC സാറിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് ടി എച്ച് കോടമ്പുഴ എന്ന മനുഷ്യസ്നേഹിയാണ്. ഞാൻ ഇത്രയും പറയാൻ കാര്യം, ശ്രീനിവാസനെ നിയമസഭാ പുസ്തകോത്സവം നടക്കുന്ന വേദിയിൽ അനുസ്മരിക്കുന്ന പരിപാടിയിൽ ടി എച്ച് കോടമ്പുഴയെ കളിയാക്കുകയല്ല, നാറ്റിച്ച് അതിലാനന്ദം കണ്ട് കമൽ കൂടുകൂടെ ചിരിക്കുന്ന കണ്ടു. അവിടെ കൂടെ ഇരിക്കുന്ന ഒരാൾ ചിരിക്കുന്നില്ല. ഇയാൾ എന്ത് തെമ്മടുത്തരായി കാണിക്കുന്നതെന്നുള്ള രീതിയിലാണ് പ്രിയനൊക്കെ ഇരിക്കുന്നത്. ഇയാൾ മരിച്ചുപോയ ടി എച്ച് കോടമ്പുഴയെ അവഹേളിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചിട്ട് അത് ആസ്വദിച്ച് അദ്ദേഹം തന്നെ ചിരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലൊരു കട്ടെങ്കിലും ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. എനിക്ക് കണ്ടപ്പോൾ അയ്യേ എന്ന് പറയാനാണ് തോന്നി. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വയം പൊങ്ങച്ചമടിച്ച് ഇദ്ദേഹത്തിനൊക്കെ പട്ടിണി കിടന്ന് വൻകുടലിൽ ചെറുകുടലിനെ തിന്നുന്ന കാലത്ത് ആഹാരം വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ ആഹാരം കിട്ടാനുള്ള വഴി കണ്ടെത്തി കൊടുത്ത ആളാണ്. അയാളെ ചിരിച്ച് വ്യക്തിഹത്യ നടത്തി സായുജ്യമടയുന്നു ഈ കലാകാരൻ കമൽ. ടി എച്ച് കോടമ്പുഴയെ അറിയാമോ എന്ന് പ്രിയനോട് ചോദിക്കുന്നു. ടി എച്ച് കോടമ്പുഴയെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും ഒരു വിഡ്ഢിച്ചിരി, കക്കക്കന്ന് അറിഞ്ഞൂടാന്ന് എന്തെങ്കിലും പ്രിയ എന്താ പറഞ്ഞെന്ന് ഫ്രെയിമിലില്ല, അതുകൊണ്ട് അറിഞ്ഞൂടാ. അറിയാമെന്നോ എന്തെങ്കിലും പറഞ്ഞാണ്. അതിനും ഇയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ടി എച്ച് കോടമ്പുഴ പ്രേം നസീറിൻ്റെ അടുത്ത ആളാണ്, മാധ്യമപ്രവർത്തകനാണ്, കോഴിക്കോട്ടുകാരനാണ്, നല്ല രസികനായ വ്യക്തിയാണ്, ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. സിനിമ മുഴുവൻ മദ്രാസിലാണല്ലോ അന്ന്. അപ്പോൾ സെറ്റുകളിൽ പോകണം, വാർത്തകൾ കളക്ട് ചെയ്യണം, അവയൊക്കെ എഴുതിയെടുക്കണം, വാരികൾക്ക് എഴുതി അയക്കണം. അപ്പോൾ തിരക്കാണ് അദ്ദേഹത്തിന്. ഇത്രയും പറഞ്ഞിട്ട് കമൽ പറയാണ്, പുള്ളിക്കാരന് എഴുതാൻ എന്താ പറയുക സമയമില്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറയണം അതല്ല, പുള്ളിക്ക് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, വീണ്ടും വിഡ്ഢികളെ പോലെ ഇരുന്ന് പപ്പ എന്ന് ചിരിക്കുന്നു.
എന്തിന് ഈ കോമഡി കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഭാഷയിൽ അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല എന്നാണ് TH കോടമ്പുഴയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹവും കുറേ കാലം എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശ്രീനിവാസനെ എവിടെയോ വെച്ച് TH കോടമ്പുഴ പരിചയപ്പെട്ടു. ശ്രീനിവാസനാണെങ്കിൽ ഒരു നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റാതെ നടക്കുന്ന കാലമാണ്. വാ നീ വാ എന്ന് വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി നിറയെ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഒരു സിനിമ സെറ്റിൽ കവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ വെച്ച് രസമായിട്ടൊരു 4 പേജ് എഴുതുമെന്ന് പറഞ്ഞിരിക്കാം. അത് നല്ല രസമായിട്ട് ശ്രീനിവാസൻ എഴുതിയപ്പോൾ ശ്രീനിവാസൻ എഴുതാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ. ശ്രീനിവാസൻ അതൊരു ശീലമാക്കി, അല്ലെങ്കിൽ TH കോടമ്പുഴ ശ്രീനിവാസനെ കൊണ്ട് എഴുതിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കാം. ശ്രീനിവാസൻ കരുതിയത് 4 നേരം നല്ല ഭക്ഷണം, കേരള ഭക്ഷണം, കോഴിക്കോട് മീനൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കാം എന്ന് വിചാരിച്ചു കാണും. കോടമ്പുഴ വിചാരിച്ചു കാണും നമ്മൾ മദ്രാസിലെ എല്ലാ സ്റ്റുഡിയോകളിലും കയറി ഇറങ്ങി ക്ഷീണിച്ച് ഫോട്ടോയും ബ്ലോക്കും ഒക്കെ വാങ്ങി വന്നിട്ട് പിന്നെ രാത്രി ഉറക്കം വിളിച്ചിരുന്ന് എഴുതണ്ടല്ലോ, ഈ പയ്യൻ എഴുതുമല്ലോ എന്ന് കോടമ്പുഴയ്ക്കും തോന്നിയിരിക്കാം. ഒരു പരസ്പര പൂരകം എന്ന് പറയാം. അപ്പോൾ ശ്രീനിവാസൻ്റെ പ്രലോഭനം എന്ന് പറയുന്നത് ഈ 3 നേരം നല്ല ഭക്ഷണം കിട്ടും കോടമ്പുഴയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കോടമ്പുഴ താമസിക്കുന്ന വീടിൻ്റെ 3ാമത്തെ നിലയിൽ മട്ടുപ്പാവിൽ ഓല കൊണ്ട് കെട്ടിയ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൽ ഇരുന്നാണ് ശ്രീനിവാസൻ എഴുതുന്നത്. ആഹാരം റെഡി എന്ന് പറയുമ്പോൾ താഴെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് നല്ല ഭക്ഷണം വയറ് നിറയെ കഴിച്ചിട്ട് പോകാം. ഇങ്ങനെ കുറേ കാലം അവർ വർക്ക് ചെയ്തു. പ്രേം നസീർ ആയ TH കോടമ്പുഴയുടെ പേര് വെച്ച് വന്ന ആ എഴുത്തുകൾ വായിച്ചിട്ട് അഭിനന്ദിച്ച് എന്നാണ് കമൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുമോ എന്ന് അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അതായത് ശ്രീനിവാസൻ എഴുതിയത് TH കോടമ്പുഴയുടെ പറ്റിൽ കൂട്ടി എന്നാണ് കമൽ പറയുന്നത്. ശ്രീനിവാസനും മരിച്ചു, TH കോടമ്പുഴയും മരിച്ചു. എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീനി തിരക്കഥാകൃത്തായി മാറിയപ്പോൾ ഞാനായിരുന്നു പകരക്കാരനെന്നും കമൽ പറയുന്നു. അപ്പോഴും പറയുന്നില്ല, ഞാൻ പട്ടിണി കിടക്കായിരുന്നു, വീട്ടിൽ നിന്ന് വല്ലപ്പോഴും 10-15 രൂപ വല്ലപ്പോഴൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് പട്ടിണിയില്ലാതെ കിടന്നത് കോടമ്പുഴയുടെ ഔദാര്യം കൊണ്ടാണെന്ന് പുള്ളി പറയുന്നില്ല. ശ്രീനിവാസൻ പോയപ്പോൾ ആ റോള് എനിക്ക് തന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ആഹാരം തന്ന മനുഷ്യനാണെന്ന് കമൽ പറയുന്നുമില്ല. പകരം ഞാനും ശ്രീനിയും കോടമ്പുഴ എന്ന എഴുത്തറിയാത്തവന് എഴുതി കൊടുത്തു എന്ന് കേമം നടിക്കുകയാണ്. ഈ പൊതുവേദിയിലിരുന്ന് അത് കേമത്വമായിട്ട് പറയുകയാണ്. ഞാനും ശ്രീനിവാസനുമൊക്കെ എഴുതാനറിയാത്ത പള്ളിക്കടത്തിൽ പോകാത്ത ദാരിദ്ര്യവാസിയായ കോടമ്പുഴയ്ക്ക് എഴുതി കൊടുത്തു, സഹായിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അല്ല, ഇദ്ദേഹത്തിൻ്റെ വയറ് നിറച്ചതിനെ പറ്റി പറയുന്നില്ല. സിനിമ കേരളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ നസീർ സാർ മരിച്ചതിനാലും വരുമാനം നിലച്ച കോടമ്പുഴ കോഴിക്കോട്ടേക്ക് മടങ്ങിയതും അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളെയും പഠിപ്പിക്കാൻ ശ്രീനിവാസൻ ഓർമ്മിച്ചു എന്നും കമൽ പറയും. അപ്പോഴും ഞാൻ സഹായിച്ചു എന്ന് പറയാനാകുന്നില്ല. കാരണം ഇയാൾ 10 പൈസ പട്ടിയുടെ മുമ്പ് വേണ്ട, ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ശ്രീനിവാസൻ സഹായിച്ചത് പറയുന്നു. ഞാനെന്നാൽ എനിക്ക് കുറേ നാൾ പട്ടിണിക്ക് ആഹാരം തന്നവനാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ സഹായിച്ചു എന്നൊരു വാക്ക് പറയുന്നില്ല. കാരണം ഒന്നും കൊടുക്കൂല, പിശുക്കനല്ലേ. അത്ര വിശാല ഹൃദയനാണ് ഇദ്ദേഹം എന്ന് സ്പഷ്ടം. കോടമ്പുഴ മദ്രാസ് വിട്ടപ്പോഴും ചുമ്മാതിരുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസ് അടക്കം ഞാൻ വർക്ക് ചെയ്ത പല സെറ്റുകളിലും ചിത്രഭൂമിക്കായി കവർ ചെയ്തത് TH കോടമ്പുഴയായിരുന്നു. വന്ന അവിടെ തന്നെ പഹയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറുക്കളോട് ഒറ്റ അടിയടിച്ചിരുന്നു. എന്നിട്ട് കക്കാന്ന് ചിരിക്കും. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. വെണ്ടർ ഡാനിയലിൻ്റെയും സൂറത്തിൻ്റെയൊക്കെ സെറ്റിൽ അദ്ദേഹം വന്നിരുന്നു. മൂത്ത മകൾ 3 പെൺകുട്ടികളാണ് അദ്ദേഹത്തിന്. മൂത്ത മകൾ രഹിന പത്രപ്രവർത്തകയാണ്, 2ാമത്തെ മകൾ ഡോക്ടറാണ്, 3ാമത്തെ മകൾ പ്രൊഫസറാണ്. ആ 3 പെൺകുട്ടികളെയാണ് ഇയാൾ ഈ നിയമസഭാ വേദിയിൽ അധിക്ഷേപിച്ചത്. 3 പേരും വേദനിപ്പിക്കുന്നത് ആയി കമലിൻ്റെ വളിച്ച കോമഡി എന്ന് ഞാൻ പറയും. അവരുടെ അച്ഛനെക്കുറിച്ച് ഇത്രയും മോശമായി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത, എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത വിഡ്ഢിയാണെന്നുള്ള രീതിയിലാണല്ലോ ഇയാൾ സംസാരിച്ചത്. അത് പരമ ബോറായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ പത്രപ്രവർത്തകയായ രഹന വിളിച്ചു, ആ മൂത്തയാൾ വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. അവരുടെ മാനസിക സംഘർഷം എന്നെ സത്യത്തിൽ വിഷമിപ്പിച്ചു. ആരൊക്കെയോ അവരെ വിളിച്ചു. മറുപടിക്കായി ഒരു യൂട്യൂബർമാർ വിളിച്ചിട്ടും അവർ മറുപടിയൊന്നും കൊടുത്തില്ല. ആരൊക്കെ പറഞ്ഞു, നിങ്ങളെ അച്ഛനെക്കുറിച്ച് തെറി പറഞ്ഞിരിക്കുന്നു ആ കമൽ, വിവരം കെട്ടവൻ, നിങ്ങളതിൻ്റെ മറുപടി പറ, അയാൾക്ക് 4 പറ എന്ന് പറഞ്ഞിട്ട് അവർ ആ മാന്യത കാണിച്ചു. അവർ പറഞ്ഞു, ഇല്ല പറയില്ല, ക്യാമറയ്ക്ക് മുന്നേ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തിരുന്ന, നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങളുടെ മാനസിക വ്യഥയെക്കുറിച്ച് ഒരു വിശാലമായ ഒരു റൈറ്റപ്പ് എഴുതും, അതെങ്കിലും ആ ബോറൻ വായിക്കട്ടെ. നിങ്ങൾ ക്യാമറയുടെ മുന്നിലൊന്നും പോയി പറയാൻ നിൽക്കരുത്. ഇത്
എന്താ പറയുക, ഇത് വെച്ച് മുതലാക്കാൻ ഒരുപാട് പേര് വരും. ഇല്ല, ഞാൻ അങ്ങനെ ക്യാമറ മുന്നിൽ നിൽക്കില്ല എന്ന് ഒരു ഉറപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കോടമ്പുഴയുടെ ഒരു 2-3 നിങ്ങളുടെ വാപ്പയുടെ 2-3 പടം എനിക്ക് അയച്ചിട്ട് അവർ അയച്ചു തന്നു. അവരുടെ രോഷം കാണണം കേട്ടോ. അവർ പറയുന്നു, എൻ്റെ അനിയത്തി ഡോക്ടറാണ്, എൻ്റെ വേറൊരു അനിയത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രൊഫസറാണ്, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ. ചിലപ്പോൾ വലിയ മനസ്സുള്ള ശ്രീനിവാസൻ, അടുത്ത സുഹൃത്തായ, ഒരുപാട് കാലം പട്ടിണിക്ക് ആഹാരം തന്ന മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ അച്ഛൻ എന്തെങ്കിലുമൊക്കെ തുകകൾ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ 5 കോടി കൊടുത്തിരിക്കാം, പോട്ടെ. അതിൽ കമലിന് എന്താ കാര്യം? 10 പൈസ കൊടുക്കാത്തവൻ നിയമസഭാ വേദിയിൽ വന്നിരുന്ന് ഇങ്ങനെയാണോ വളിപ്പടിക്കേണ്ടത്? കഷ്ടമായിപ്പോയി എന്നേ ഞാൻ പറയൂ. എന്തായാലും രഹന, നിങ്ങളുടെ 2 അനുജത്തിമാരോടും പറയൂ, ഒരു ബോറൻ അപ്പം കാണുന്നവനെ വേണ്ട, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. നിങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞ വിഡ്ഢിത്തരങ്ങളങ്ങ് വിട്ടേക്ക്. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോടുള്ള നല്ല സഹൃദയർക്കും അറിയാം, സിനിമയിലുള്ള മാന്യന്മാർക്കും അറിയാം. അത് മതി. ഇയാളെപ്പോലുള്ളവൻ മരിച്ചുപോയ ആളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ് സ്വയം ആസ്വദിച്ചിരിക്കണമെന്നേ. പലകൃതം പോയിട്ടില്ല, എഴുതാനും വായിക്കാനും അറിയില്ല, വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ തന്നെ സ്വയം ചിരിക്കുന്നു. പ്രിയദർശനും ഗണേശനും ഒന്നും ചിരിക്കുന്നില്ല, പ്രേമനോ ഒന്നും. പ്രേമൻ എണീറ്റ് പോയാൽ മതി എന്നായി. യൂട്യൂബിൽ എവിടെ കിടപ്പുണ്ടോ? നിങ്ങളൊന്ന് കണ്ടു നോക്കും, ഞാൻ കള്ളമാണോ പറയണത്. പ്രേമനെ എണീറ്റ് പോയാൽ മതി എന്നായി. കാരണം ഇങ്ങനെ ചെയ്യാമോ ഒരു മനുഷ്യനെ? അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ ഈ നാട് വിട്ടുപോയി, ഈ ലോകം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ മക്കൾ അന്തസ്സായി ജീവിക്കുന്നു. അവരെ കരിവാരി തേക്കാൻ ഇദ്ദേഹം ഇറങ്ങാമായിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. നന്ദി, നമസ്കാരം.